നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിൽ വിയോഗം. 88-ാം വയസ്സിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ ചേർത്ത് പിടിച്ച വലിയ ഇടയൻ. സഭയിലെ നവീകരണത്തിന്റെ വക്താവ്. യുദ്ധത്തിനും ഭീകരതയ്ക്കും എതിരായും അഭയാർത്ഥികൾക്കായും ശബ്ദമുയർത്തി. അന്തിമോപചാരം മറ്റന്നാൾ മുതൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ വിതുമ്പി ലോകം. അനുശോചിച്ച് ലോക നേതാക്കൾ. ജനകീയനായ മാർപ്പാപ്പയെ നഷ്ടമായെന്ന സഭാധ്യക്ഷന്മാർ. 9 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച CBCI. കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും ദീപസ്തംഭമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്നേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ച മഹാനെന്ന് മുഖ്യമന്ത്രി. സമാധാനത്തിന്റെ പ്രവാചകനെന്ന് പ്രതിപക്ഷ നേതാവ്. സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ICCക്ക് മുന്നിൽ ഹാജരായി ഷൈൻ ടോം ചാക്കോ. മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. ICCക്ക് മുന്നിലെത്തി വിൻസി അലോഷ്യസും. മൊഴി വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ലെന്ന് പ്രതികരണം. വിൻസിയുടെ പരാതിയിൽ എന്ത് നടപടിയെടുത്തെന്ന് വ്യക്തമാക്കണമെന്ന് ഫിലിം ചേംബറിനോട് വനിതാ ശിശുവികസന വകുപ്പ്. മാസപ്പടി കേസിൽ CMRLന്റെ ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചത് SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജി അടുത്ത മാസം 22-ന് പരിഗണിക്കും. വീണ ഉൾപ്പെടെയുള്ള പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ED രേഖകൾക്കായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കം. നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ പോലും നടപ്പാക്കിയ സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷത്തിനും കേന്ദ്ര സർക്കാരിനും രൂക്ഷ വിമർശനം. ധൂർത്തിന്റെ മാമാങ്കമെന്ന് പ്രതിപക്ഷം. ആശമാർക്ക് 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാതെ കോടികളുടെ ആഘോഷം നടത്തുന്നുവെന്ന് BJP. മുതലപ്പുഴയിൽ സമവായം. പൊഴിമുറിക്കലിനെ എതിർക്കില്ലെന്ന സമരസമിതി. തീരുമാനം. ഡ്രഡ്ജർ കമ്പനിയുമായി നടത്തിയ ചർച്ചയിൽ 3 മീറ്റർ ആഴത്തിലും 13 മീറ്റർ വീതിയിലും പൊഴിമുറിക്കും. മുതലപ്പുഴയിൽ സംഘർഷമുണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇടുക്കി പരുന്തുംപാറയിലെ വിവാദ റിസോർട്ട് നിർമ്മാണം പട്ടയ വ്യവസ്ഥ ലംഘിച്ചെന്ന് റവന്യൂ വകുപ്പ്. പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടി. കൈവശ ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് 1000-ലധികം പേർക്ക് നോട്ടീസ് നൽകി ജില്ലാ ഭരണകൂടം. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 5-ന് പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്തിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. നടപടി വകുപ്പ് തല അന്വേഷണത്തിന് പിന്നാലെ. കേസിൽ പ്രതിയായ സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിൽ. ജുഡീഷ്യറിക്കെതിരായ BJP നേതാക്കളുടെ പരാമർശങ്ങളിൽ പരോക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചു കോടതി. നിയമനിർമ്മാണത്തിലും എക്സിക്യൂട്ടീവിലും കടന്നുകയറ്റം നടത്തിയെന്ന ആരോപണം ഇപ്പോൾ തന്നെ നേരിടുന്നുണ്ടെന്ന് ജസ്റ്റിസ് BR ഗവായി ഉൾപ്പെട്ട ബെഞ്ചിന്റെ പരാമർശം. എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീണുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ കേസ്. ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അനുമതിയില്ലാതെയെന്നും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്നും പോലീസ്. കർണാടക മുൻ DGP ഓംപ്രകാശിനെ കൊലപ്പെടുത്തിയത് മകളും ഭാര്യയും ചേർന്ന്. കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് ഭാര്യ പല്ലവിയുടെ മൊഴി. ക്രൂര കൊലപാതകത്തിന് പിന്നിൽ സ്വത്ത് തർക്കം. ഓംപ്രകാശ് സ്വത്തുക്കൾ എഴുതിവെച്ചത് മകന്റെയും സഹോദരിയുടെയും പേരിൽ. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാതിരുന്നതിൽ അതൃപ്തി പരസ്യമാക്കിയ A പത്മകുമാറിനെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി. അച്ചടക്ക നടപടിയിൽ തീരുമാനം വരുന്നതുവരെ ഒരു സ്ഥാനം ഒഴിച്ചിടും. അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടേത്. കോമളം അനിരുദ്ധനും C രാധാകൃഷ്ണനും ജില്ലാ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങൾ. കോഴിക്കോട് കടപ്പുറത്ത് ജനസാഗരം തീർത്ത SKN40 കേരള യാത്രയ്ക്ക് സമാപനം. ലഹരിക്കെതിരായ പോരാട്ടത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയത് 10,000-ങ്ങൾ. ചടങ്ങിൽ പങ്കെടുത്ത സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ. 14 ജില്ലകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും നിർദ്ദേശങ്ങളും റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് കൈമാറും. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 72,000 രൂപ കടന്നു. 1 പവൻ സ്വർണത്തിന്റെ വില 72,120. 1 ഗ്രാമിന് നൽകേണ്ടത് 9,015 രൂപ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ മുന്നണി പ്രവേശനത്തിനായി സമ്മർദ്ദം ചെലുത്തി PV അൻവർ. കോൺഗ്രസ് നേതാക്കളുമായി ബുധനാഴ്ച നിർണായക ചർച്ച. PV അൻവറിന് ഒറ്റയ്ക്ക് UDF-ലേക്ക് പോകാൻ കഴിയില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ TK അബ്ദുറഹ്മാൻ.
4 ദിവസത്തെ സന്ദർശനത്തിനായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച. ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പരിപാടികളിൽ മുഖം കാണിക്കാൻ ഇടിച്ചു കയറുന്ന നേതാക്കളെ വിമർശിച്ച കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. ഏത് മഹത്തായ പരിപാടിയെയും ഇത്തരക്കാർ പരിഹാസ്യരാക്കുന്നുവെന്ന് വിമർശനം. കോൺഗ്രസിനെ ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും അപകീർത്തിപ്പെടുത്തരുത് എന്നും മുഖപ്രസംഗത്തിൽ. സമരം കടുപ്പിക്കാൻ ആശാ വർക്കേഴ്സ്. 4ാം ഘട്ട സമരപരിപാടികൾ പ്രഖ്യാപിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ സമരയാത്ര. പൊതുജനങ്ങളുടെ പിന്തുണ തേടാൻ നീക്കം. ഓണറേറിയം വർദ്ധിപ്പിച്ച 30ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ ആദരിച്ച് ആശാ വർക്കേഴ്സ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 71ാം ദിവസം. തൃശൂർ പൂരവിളംബരത്തിന് തിടമ്പേറ്റാൻ ഇക്കുറിയും കൊമ്പൻ എറണാകുളം ശിവകുമാർ. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഘടക പൂര ആഘോഷ കമ്മിറ്റികളുമായി നടത്തിയ ആലോചനാ യോഗത്തിലാണ് തീരുമാനം. തൃശൂർ പൂരം മെയ് 6-ന്. എറണാകുളം പെരുമ്പാവൂരിന് സമീപം ഓടക്കാലിയിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. 6 ചാക്ക് ജെലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെത്തിയത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുത്തതിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജിയിൽ ഇടപെടാതെ സുപ്രീംകോടതി. ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തില്ലേ എന്ന് സുപ്രീംകോടതി. ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഭൂമി ഏറ്റെടുത്തതെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. CPIM-ന് തിരുവനന്തപുരം ജില്ലയിൽ 12-അംഗ ജില്ലാ സെക്രട്ടേറിയറ്റ്. 5 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സ്വയം ഒഴിഞ്ഞ മുൻ മേയർ C. ജയൻ ബാബു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകളും ജില്ലാ നേതൃയോഗങ്ങൾക്കും തൃശൂരിൽ തുടക്കം. ലുലു കൺവെൻഷൻ സെന്ററിൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച രാജീവ് ചന്ദ്രശേഖർ. BJPക്കെതിരായ വിമർശനത്തിന്റെ പേരിൽ കേസെടുത്താൽ അലങ്കാരമായി കാണുമെന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ MLA. ക്രൈസ്തവ ജനതയോട് BJPക്കുള്ളത് കപട സ്നേഹം. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ രാജ്യത്ത് അക്രമം വർദ്ധിച്ചുവെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ. തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാര ചെടിക്കടയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി വ്യാഴാഴ്ച. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വിധി പറയുക. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് സർക്കാർ സഹായം ലഭിച്ചു തുടങ്ങി. 29 പേർക്ക് 15 ലക്ഷം രൂപ ലഭിച്ചു. 31 പേരാണ് ദുരിതബാധിതരുടെ പട്ടികയിലുള്ളത്. തമിഴ്നാട് വാൽപ്പാറയിൽ കരടി ഇറങ്ങി. റോഡരികിലെ സുരക്ഷാ കൈവരിയിലൂടെ നടന്നു നീങ്ങുന്ന കരടിയുടെ ദൃശ്യങ്ങൾ 24-ന്. മേഖലയിലൂടെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് തമിഴ്നാട് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ്. വാർഷിക കരാറുകൾ പ്രഖ്യാപിച്ച BCCI. A+ ഗ്രേഡിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നീ 4 താരങ്ങൾ. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒഴിവാക്കിയ ശ്രേയസ് അയ്യർ വീണ്ടും കരാറിന്റെ ഭാഗം. മലയാളി താരം സഞ്ജു സാംസൺ ഗ്രേഡ് സിയിൽ. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ആലപ്പുഴ ചേർത്തലയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മാന്നാർ ഇരമത്തൂർ പരുവന്തറയിൽ വീട്ടിൽ ചുബിൻ എന്ന മോബിൻ. മാന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് കുറ്റ്യാടിയിൽ അമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന 1.5 മാസം പ്രായമായ കുട്ടി മരിച്ച നിലയിൽ. ഒതയോത്ത് റിയാസിന്റെ മകൾ നൂറ ഫാത്തിമയാണ് മരിച്ചത്. മുലപ്പാൽ നെഞ്ചിൽ കുടുങ്ങിയാണ് മരണമെന്ന് പ്രാഥമിക നിഗമനം. തൃശൂർ ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ആംബുലൻസ് അടിച്ചു തകർത്തെന്ന് പരാതി. കൂടപ്പുഴ സ്വദേശി ഷിൻഡോ സണ്ണിയാണ് ആക്രമണം നടത്തിയത്. പ്രതിയെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് പേരാമ്പ്രയിൽ ബിരിയാണിയിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചു. ബൈപ്പാസ് റോഡിലെ ഹോട്ടൽ തറവാട് വനിതാ മെസ്സാണ് അടപ്പിച്ചത്. കോഴിക്കോട് കല്ലാച്ചിയിൽ വിവാഹ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. വിവാഹം കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തെ ആക്രമിച്ചത് റോഡിൽ തടഞ്ഞു നിർത്തി. 7 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് പ്രതിശ്രുത വരനെയും വധുവിനെയും ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായത് കുണ്ടുപറമ്പ് സ്വദേശി നിഖിൽ എസ് നായർ. പ്രതിയെ പിടികൂടിയത് എലത്തൂർ പോലീസ്. ഇരുവരെയും ആക്രമിച്ചത് പ്രതിശ്രുത വധുവിനോട് ലൈംഗിക ചുവയോടെ ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തതോടെ. തൃശൂർ കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ കൊമ്പൻ കരുവന്തല ഗണപതി ചരിഞ്ഞു. ശാരീരിക അസ്വസ്ഥതകൾക്ക് ചികിത്സയിലായിരുന്നു. ഗണപതി ചരിഞ്ഞത് 25-ാം വയസ്സിൽ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ കതിന പൊട്ടിക്കുന്നതിനിടയിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 75-കാരൻ മരിച്ചു.
കൊണ്ടംവള്ളി മീത്തൽ ഗംഗാധരൻ നായരാണ് മരിച്ചത്. ഈ മാസം 15-നാണ് അപകടമുണ്ടായത്. മലപ്പുറം രണ്ടത്താണിയിൽ ഗുഡ്സ് ഓട്ടോ കിണറ്റിലേക്ക് മറിഞ്ഞ അപകടം. ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. KSRTCക്ക് കൊല്ലത്ത് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. സർക്കാരിൽ നിന്ന് ഭരണാനുമതി ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷ. കൊല്ലം ഡിപ്പോയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് 15 കോടി രൂപ ചെലവഴിച്ചു. കൊല്ലം സങ്കേഴ്സ് ആശുപത്രി വിൽക്കാൻ പോകുന്നെന്ന പ്രചാരണം അടിസ്ഥാനരഹിതവും ഗൂഢലക്ഷ്യത്തോടെയുള്ളതുമാണെന്ന് SN ട്രസ്റ്റ് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വ്യാജ പ്രചാരണം ആശുപത്രി വികസനത്തിനുള്ള കർമ്മ പദ്ധതികൾക്കായി പുതിയ ഗവേണിംഗ് ബോഡി നിലവിൽ വന്നതിന് തൊട്ടു പിന്നാലെ. നോക്കാം പ്രധാന അറിയിപ്പുകൾ. പത്തനംതിട്ട അയിരൂരിൽ പമ്പിംഗ് ലൈൻ തകരാറിൽ പഞ്ചായത്തിൽ 3 ദിവസത്തേക്ക് ജലവിതരണം മുടങ്ങും. കോട്ടയം ഐങ്കൊമ്പിൽ ശാസ്ത്ര കരിയർ പരിശീലനം നടക്കുക. ഈ മാസം 23, 24, 25 തീയതികളിൽ 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. എറണാകുളം മരടിൽ ജലശുദ്ധീകരണശാലയിലേക്കുള്ള ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നു. നാളെ ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. ഫോർട്ട് കൊച്ചിയിൽ കായിക പരിശീലനം. ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. ചെറുതുരുത്തി കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ്. അഭിമുഖം ഈ മാസം 24-ന്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 28-ന്. കോട്ടയം ചെറുപ്പുകലിൽ കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തും. നാളെയാണ് സെമിനാർ. കോട്ടയം മീനച്ചിൽ താലൂക്കിൽ സൗജന്യ നിയമസഹായ ക്ലിനിക് നടക്കും. പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി പരാതി സമർപ്പിക്കാനും സംശയ നിവാരണത്തിനും അവസരമുണ്ട്. അഭിഭാഷകന്റെ സൗജന്യ സേവനം ലഭിക്കും. കോഴിക്കോട് കുറ്റ്യാടി താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെന്ററിൽ ടെക്നീഷ്യന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏപ്രിൽ 24-ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷിക്കണം. തിരികെ 100 ന്യൂസിലേക്ക് ഇനി ദേശീയ വാർത്തകൾ. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെതിരായ വിവാദ പ്രസ്താവനയിൽ BJP MP നിഷികാന്ത് ദുബെക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി വേണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ അനസ് തൻവീർ അറ്റോർണി ജനറലിന് കത്തയച്ചു. അതിനിടെ വീണ്ടും വിവാദ പരാമർശവുമായി നിഷികാന്ത് ദുബെ രംഗത്തെത്തി. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷിക്കെതിരായാണ് പരാമർശം. ജാർഖണ്ഡിൽ ബൊക്കാറോയിൽ ഏറ്റുമുട്ടൽ. 4 മാവോയിസ്റ്റുകളെ വധിച്ചു. CRPFന്റെ കോബ്ര കമാൻഡോകളും മാവോയിസ്റ്റുകളും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. അഹമ്മദാബാദിൽ ഈസ്റ്റർ പ്രാർത്ഥന തടസ്സപ്പെടുത്തി ബജ്റംഗ് ദൾ. പ്രവർത്തകരെത്തിയത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം നടത്തിയ പ്രാർത്ഥനായോഗത്തിലേക്ക്. മതപരിവർത്തനം ആരോപിച്ച് മർദ്ദിച്ചെന്നും പരാതി. പോലീസ് പരാതി സ്വീകരിച്ചെങ്കിലും മറ്റ് നടപടികളുണ്ടായില്ലെന്ന് പാസ്റ്റർ ദിനേശ് പാർമർ 24-നോട്. തെലങ്കാനയിൽ വാഹനാപകടം. 3 പേർക്ക് ദാരുണാന്ത്യം, 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പോരാട്ടം തുടരുമെന്ന് ഉദയനിധി സ്റ്റാലിൻ. വെറും ഭാഷാ പോരാട്ടം മാത്രമല്ല, തമിഴ് സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണെന്നും ഉദയനിധി സ്റ്റാലിൻ. ദളിതർക്കെതിരായ അതിക്രമത്തിൽ ഉത്തർപ്രദേശ് 1-ാം സ്ഥാനത്തെന്ന് അഖിലേഷ് യാദവ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ദളിതർക്കെതിരായുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരികയാണെന്നും അഖിലേഷ് യാദവിന്റെ വിമർശനം. മധ്യപ്രദേശിലെ ആശുപത്രിയിൽ വയോധികനെ ക്രൂരമായി മർദ്ദിച്ച ഡോക്ടർ. ആശുപത്രിയിലെ പോലീസ് ഔട്ട്പോസ്റ്റിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഛത്തർപൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് സംഭവം. വിവാദമായതോടെ ഡോക്ടറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ജമ്മുകശ്മീരിലെ റംബാൻ ജില്ലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്നലെയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 3 പേർ മരിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഖൊണ്ടയിൽ 13 കുട്ടികളെ തെരുവുനായ ആക്രമിച്ചു. കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാർഖണ്ഡിൽ തുണിക്കടയിൽ തീപിടുത്തം. കുടുങ്ങിക്കിടന്ന 4 പേരെ രക്ഷപ്പെടുത്തി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ISROയുടെ സ്പാഡെക്സ് ദൗത്യത്തിലെ 2ാം ഡോക്കിംഗും വിജയകരം. വീണ്ടും ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിച്ചതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2 ആഴ്ചയ്ക്കുള്ളിൽ തുടർ പരീക്ഷണങ്ങളും നടത്തുമെന്ന് മന്ത്രി. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഇസ്രയേൽ ആക്രമണം. 31 പേർ കൊല്ലപ്പെട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഒരാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ച ജന്മനാടായ അർജന്റീന. ഈഫൽ ടവറിലെ ലൈറ്റുകൾ അണച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് നീക്കം ചെയ്ത് വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റ്. ഇസ്രയേൽ ആക്രമണങ്ങൾക്കിടയിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ ജനതയുടെ ഈസ്റ്റർ ആഘോഷം. ഗസയിലേക്ക് ഭക്ഷണവും വൈദ്യസഹായവും എത്തിക്കുന്നത് തടയുന്നത് തുടർന്ന് ഇസ്രയേൽ.
യുക്രൈന് മേൽ ആക്രമണം കടുപ്പിച്ച് റഷ്യ. ഈസ്റ്റർ വെടിനിർത്തൽ അവസാനിച്ചതോടെ വ്യോമാക്രമണം ശക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ നോർവേ പ്രധാനമന്ത്രി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന യോഗത്തിൽ സുരക്ഷാ സാഹചര്യം, നാറ്റോ സഖ്യം, യുക്രൈൻ യുദ്ധം, വ്യാപാരം എന്നിവ ചർച്ചയാകും. സ്വന്തം ചെലവിൽ അമേരിക്കയുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നതിനെതിരെ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ചൈന. മുന്നറിയിപ്പ് ചൈനയുമായുള്ള വ്യാപാരം കുറയ്ക്കാൻ രാജ്യങ്ങൾക്ക് മേൽ US സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നാലെ. ബിസിനസ് വാർത്തകളിലേക്ക്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന്റെ വരുമാനം 19% ഉയർന്നു. 27,350 കോടിയായി വർദ്ധിച്ചു. വൈദ്യുതി മേഖലയിൽ 81,349 കോടി രൂപയുടെ ഓർഡറുകൾ നേടി ഭെൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടി ഊർജ്ജ പദ്ധതി അടുത്ത വർഷം മുതൽ കമ്മീഷൻ ചെയ്യുമെന്ന് ഇനോക് വിൻഡ് ലിമിറ്റഡ് അറിയിച്ചു. ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡുമായി 1500 മെഗാവാട്ട് ഫ്രെയിംവർക്ക് കരാറിൽ ഇനോക്സ് വിൻഡ് ഒപ്പുവെച്ചിരുന്നു. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത AI ലൂസി ഗുവോ കോടീശ്വരിയായെന്ന് റിപ്പോർട്ട്. ഗുവോയ്ക്ക് കമ്പനി നിശ്ചയിച്ച മൂല്യം $25 ബില്യൺ. ഇന്ത്യയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ കയറ്റുമതിയിൽ വൻ കുതിപ്പ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി 19% വർദ്ധിച്ച് 53 ലക്ഷം യൂണിറ്റിലെത്തി. നിർണായക ധാതു വിഭവങ്ങളുടെ കയറ്റുമതി നിയന്ത്രിച്ചു ചൈന. വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് റിപ്പോർട്ട്. ആന്റിമണി, ജർമേനിയം, ഗാലിയം എന്നിവയുടെ കയറ്റുമതിയാണ് ചൈന നിയന്ത്രിച്ചത്. വരവറിയിക്കുന്നതിന് മുന്നോടിയായി മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ ടെസ്ല പരീക്ഷണ ഓട്ടം നടത്തിയെന്ന് റിപ്പോർട്ട്. ടെസ്ലയുടെ കോമ്പാക്ട് SUV Y മോഡൽ റോഡ് ടെസ്റ്റ് നടത്തിയെന്നാണ് റിപ്പോർട്ട്. മോട്ടറോളയുടെ പുതിയ സ്മാർട്ട് ഫോൺ മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസ് ഇന്ത്യൻ വിപണിയിൽ. കോണിംഗ് ഗൊറില്ല 3 ഡിസ്പ്ലേ, ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് സംവിധാനവും മോട്ടറോള വാഗ്ദാനം ചെയ്യുന്നു. ChatGPT ഇമേജ് ജനറേഷൻ ടൂളായ ഗിബ്ലി സ്റ്റൈൽ ഇമേജിനെ വെല്ലുവിളിക്കാൻ ജെമിനി. HD വീഡിയോ നിർമ്മിക്കാൻ ജെമിനിയുടെ Veo 2 ടൂളിൽ സംവിധാനം. നിലവിലെ സൗജന്യ വരിക്കാർക്ക് ഈ സേവനം ലഭ്യമാകില്ല. ഇന്ത്യൻ വിപണിയിൽ ടെസ്ല ആദ്യം എത്തിക്കുക മോഡൽ 3Y എന്നീ വാഹനങ്ങളെന്ന് റിപ്പോർട്ട്. മറ്റു രാജ്യങ്ങളിൽ അവതരിപ്പിച്ച ഡിസൈനിൽ തന്നെയാകും വാഹനം ഇന്ത്യയിലും എത്തുക. ഒറ്റ ചാർജിൽ 526 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. നോക്കാം കായിക വാർത്തകൾ. IPL ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 39 റൺസിന് തോൽപ്പിച്ചു. 199 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയുടെ പോരാട്ടം 8 വിക്കറ്റിന് 159 അവസാനിച്ചു. BCCI വാർഷിക കരാർ പ്രഖ്യാപിച്ചു. A+ ഗ്രേഡിൽ രോഹിത്തും കോഹ്ലിയും ഉൾപ്പെടെ 4 പേർ. സഞ്ജു C ഗ്രേഡിൽ. ശ്രേയസ് അയ്യരെയും ഇഷാൻ കിഷനെയും വീണ്ടും കരാറിൽ ഉൾപ്പെടുത്തി. പരിക്കുമൂലം അടുത്ത മത്സരത്തിലും രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജുവിന് കളിക്കാനാവില്ല. വാരിയലിനേറ്റ പരിക്കിൽ നിന്ന് സഞ്ജു പൂർണ്ണ മോചിതനായില്ല. 24-ന് ബംഗളൂരുവിനെതിരെയാണ് രാജസ്ഥാന്റെ അടുത്ത മത്സരം. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ആദ്യ റൗണ്ടിൽ തോറ്റ് ഗോകുലം കേരള FC പുറത്ത്. FC ഗോവയോട് ഗോകുലം കേരള തോറ്റത് എതിരില്ലാത്ത 3 ഗോളിന്. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ജയം ലക്ഷ്യമിട്ട് ടോട്ടനം ഇന്ന് കളത്തിൽ. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ് എതിരാളികൾ. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ പ്രണവും നിത്യയും വേഗമേറിയ താരങ്ങൾ. പുരുഷന്മാരുടെ 100 മീറ്ററിൽ റെയിൽവേയുടെ പ്രണവ് 10.27 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തതാണ് ഒന്നാമതെത്തിയത്. വനിതകളിൽ തെലങ്കാനയുടെ നിത്യ ഒന്നാമതായി ഫിനിഷ് ചെയ്തത് 11.50 സെക്കൻഡിൽ. തിരികെ 100 ന്യൂസിലേക്ക്. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ട്രിപ്പിൾ റോളിൽ ടോവിനോ തോമസ് എത്തി. അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിന്റെ VFX വീഡിയോ റിലീസ് ചെയ്തു. ടോവിനോ അവതരിപ്പിച്ച കേളു, അജയൻ എന്നീ കഥാപാത്രങ്ങളുടെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള സീനുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
രാജ്യത്ത് ജനപ്രീതിയിൽ മുന്നിലുള്ള നായക താരങ്ങളുടെ പട്ടിക പുറത്ത്. 1-ാം സ്ഥാനം പ്രഭാസ് നിലനിർത്തി, 2-ാം സ്ഥാനം വിജയും നിലനിർത്തി. രോഹിത് ഷെട്ടി, ജോൺ എബ്രഹാം പോലീസ് ആക്ഷൻ ചിത്രത്തിൽ തമന്ന ഭാട്ടിയയും. റിയൽ ലൈഫ് ആക്ഷൻ ഡ്രാമയായാണ് ചിത്രം ഒരുക്കുന്നത്. ലയണൽ മെസ്സിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ജേഴ്സി മോഹൻലാലിന് സമ്മാനമായി ലഭിച്ചു. പ്രിയ താരത്തിന്റെ ജേഴ്സി കയ്യിൽ കിട്ടിയ സന്തോഷം മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുകയും ചെയ്തു. ഡിയർ ലാലേട്ട എന്നാണ് ജേഴ്സിയിൽ മെസ്സി എഴുതിയിരിക്കുന്നത്. മരണമാസിലെ വീഡിയോ ഗാനം റിലീസായി. ബ്യൂട്ടിഫുൾ ലോകം എന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. സംഗീതം വണ്ടർഫുൾ ഗ്രാമം പടപടരും പനി പോലെ പകരും ഉന്മേഷം. ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങണേ മോളെ. വള്ളിക്കുന്നല്ലേ? എവിടെ അമ്മൂമ്മ? എവിടെ? അമ്മച്ചി വീട്ടിലുണ്ട്. അമ്മൂമ്മ കണ്ട കൊറേ കാലമായി. തിരക്കി നടന്നേ. പക്ഷേ ഡീസൽ കഴിഞ്ഞ 2800. ജിതിൻ കുമാർ സി ഒരു ഫേഷ്യലും കൂടി ആവാം. ചലച്ചിത്രാസ്വാദകർ കാത്തിരിക്കുന്ന മോഹൻലാൽ ശോഭന കോംബോയിലൊരുങ്ങുന്ന പുത്തൻ ചിത്രം തുടരും. പോസ്റ്റർ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം തിയേറ്ററുകളിലെത്തുക ഏപ്രിൽ 25-ന്. കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന പുതിയ സയൻസ് ഫിക്ഷൻ ചിത്രം മസ്തിഷ്ക മരണം സൈമൺസ് മെമ്മറീസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. കോഴിക്കോട് മുന്നറിയിപ്പില്ലാതെ ലോഡ് ഷെഡിംഗ്. രാത്രി 7 മണി മുതലാണ് നിയന്ത്രണം തുടങ്ങിയത്. അടിയന്തര സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്നാണ് KSEBയുടെ വിശദീകരണം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, അപ്പോൾ ഇത് ലോഡ് ഷെഡിംഗ് ആണ്, നിയന്ത്രണമാണെന്നുള്ളത് KSEB സമ്മതിക്കുന്നുണ്ട്. എന്താണ് ഈ അടിയന്തര സാഹചര്യം ഇത്ര സമയം ഈ ചൂടത്ത് ബുദ്ധിമുട്ടിച്ചുകൊണ്ട്? ഗൂഗിൾ മലബാറിലെ വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പില്ലാതെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രാത്രി 7 മണി മുതലാണ് മുന്നറിയിപ്പില്ലാതെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ KSEBയിൽ വിളിച്ചപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് അടിയന്തര സാഹചര്യം വന്നു, അതുകൊണ്ട് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നിയന്ത്രണം ഏർപ്പെടുത്താൻ തങ്ങൾക്ക് ഉത്തരവ് ലഭ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഇടവേളകളിൽ ഇപ്പോൾ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പില്ലാതെ ഏർപ്പെടുത്തിയിരിക്കുന്ന ലോഡ് ഷെഡിംഗ് ഏറ്റവും കൂടുതൽ വലയുന്നത് രോഗികളാണ്. കാരണം കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന രോഗികൾ ഇപ്പോൾ വീടുകളിൽ കഴിയുന്നുണ്ട്. അവർക്ക് ഇത്തരത്തിൽ ഈ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്നാണ് അവർ തന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഈ ലോഡ് ഷെഡിംഗ് തുടരുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ വൈദ്യുതി പോകുന്ന ഒരു രാഹുൽ തുടരുക. ഇപ്പോൾ ഷബാന കീമോതെറാപ്പി ചികിത്സയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഷബാന നമ്മളോടൊപ്പം ചെയ്യുന്നു. ഷബാന, എവിടെയാണ് വീട്? നിങ്ങൾക്ക് അവിടെ വൈദ്യുതി ഇപ്പോഴും ഇല്ലേ? ഇപ്പൊ 10:45 വന്നിട്ടുണ്ട്. അരമണിക്കൂർ പോകുമെന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് പോയിട്ട് ഇപ്പൊ അവസാനമായിട്ട് 10:45 വന്നിട്ടുണ്ട്. ഇനി ഉറങ്ങാൻ പറ്റുമോ എന്താന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇന്ന് കീമോ കയറ്റി വന്ന ആളാ. അതായത് ഞാൻ ഇന്ന് 3:30 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പോയി. അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് 4 മണി 4:30 ആയിട്ടുണ്ട് വീട്ടിലെത്തി ഫ്രഷായി ഒന്ന് കിടക്കാനല്ലോ എന്ന് വിചാരിച്ച് ഈ ക്ഷീണം എന്താണെന്നുള്ളത് അത് കയറ്റിയ ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ക്ഷീണം അതിലേറെ, ബ്ലഡിന്റെ കുറവ് ശരീരത്തിന് നന്നായിട്ടുണ്ട്. അതിന്റെ കൂടെ വേർത്തിട്ട് ഡീഹൈഡ്രേറ്റ് ആവാണ്. അപ്പോൾ ഇതിന് ഉത്തരവാദി ആരാണ്? ഈ കാലഘട്ടത്തില് സൂര്യനിൽ വരെ ആളുകൾ എത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഏത് യുഗത്തിലേക്കാണ്? ഷബാന, ഒറ്റത്തവണ മാത്രമാണോ വൈദ്യുതി മുടങ്ങിയത്? അതല്ല അടിക്കടി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുന്നുണ്ടോ? 10 മിനിറ്റ് കൂടുമ്പോ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതൊന്ന്. എന്റെ അമ്മായിമ്മന്റെ അനിയത്തിക്ക് ഓക്സിജന്റെ ഈ ഇതില്ലാത്തതുകൊണ്ട് മെഷീൻ വെക്കുന്നുണ്ട് കറണ്ടിന്റെ മുകളിൽ. അപ്പൊ ഇതുപോലെ ഓരോ വീടുകളിലും ഓരോ പേഷ്യന്റ് ഉണ്ട്, ചെറിയ ചെറിയ കുട്ടികളുണ്ട്. എന്താണ് ഇവർ അർത്ഥമാക്കുന്നത്? ഇന്ന് എനിക്ക് കറണ്ടിന്റെ ബില്ല് വന്നിട്ട് ഞാനും ഭർത്താവും മാത്രമുള്ള വീട്ടില് 400 രൂപ വരേണ്ട സ്ഥാനത്ത് വന്നത് 600-700 എന്തോ 10 രൂപ ഏറ്റവും കുറയും. അപ്പോ ഞാൻ അതിന്റെ കൂടെ 100 സംതിങ് അഡീഷണൽ ബില്ലാണ്. ഇത് എന്താണ് അഡീഷണൽ ബില്ല് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല.
അപ്പൊ അവര് ചോദിക്കുന്ന പൈസ മുഴുവനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ ഈ സർക്കാർ നമ്മളെപ്പോലുള്ള രോഗികളെ പരിഗണിക്കാത്തത്? തീർച്ചയായും KCB ആണ് മറുപടി പറയേണ്ടത്. ഈ ഷബാന ഒരാളുടെ കാര്യമല്ല, ഈ വലിയ ചൂടത്ത് ഈ രാത്രിയിൽ ഇങ്ങനെ അടിക്കടി അത് ഒന്നിലധികം തവണ മിനിറ്റുകളുടെ ഇടവേളകളിൽ 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ പലതവണ കറണ്ട് പോയി വൈദ്യുതി മുടങ്ങിയെന്നാണ് ഷബാന പറയുന്നത്. കീമോതെറാപ്പി ചികിത്സ കഴിഞ്ഞാണ് അത്രയേറെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഏതായാലും KCB തന്നെ സമ്മതിക്കുന്നുണ്ട് ലോഡ് ഷെഡിംഗ് ആണ്, നിയന്ത്രണമാണെന്ന്. ഏതായാലും ഈ രാത്രി മനുഷ്യരെ കിടത്തി ഉറക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 100 ന്യൂസിൽ ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഇന്ന് വത്തിക്കാനിലെ കാസ സാന്റ മാർത്തയിൽ എത്തിക്കും. പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫാരൽ നേതൃത്വം നൽകും. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പത്തനാപുരം കടയ്ക്കാമൺ സ്വദേശി മഹേഷാണ് മരിച്ചത്. ഈ വർഷം ഫെബ്രുവരിയിൽ മാത്രം 16 ലക്ഷം അംഗങ്ങളെ പുതുതായി ചേർത്തതായി എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. മൊത്ത ശമ്പള വർധനവിൽ 3.99% വളർച്ചയുണ്ടായതായി EPFOയുടെ റിപ്പോർട്ടിൽ പറയും. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.